കുഞ്ഞുചിന്തയിൽ പുത്തൻ ആശയങ്ങളുമായി കുട്ടികളുടെ ഹരിതസഭ വർണ്ണാഭമായി സംഘടിപ്പിച്ചു. നഗരസഭയിലെ 40ഓളം സ്കൂളുകളിൽ നിന്നായി 300ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ചടങ്ങ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന സുദേശൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ നഗരസഭ പദ്ധതി അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം എഞ്ചിനീയർ വിഷ്ണു സാങ്കേതിക വിശകലന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നും റിപ്പോർട്ട് അവതരിപ്പിച്ചതിൽ മികച്ച റിപ്പോർട്ട് അവതരണത്തിന് LP വിഭാഗത്തിൽ GLP സ്കൂൾ ചെറുവായ്ക്കരയും, UP വിഭാഗത്തിൽ GF UP സ്കൂൾ കടവനാടും, ഹൈസ്കൂൾ വിഭാഗത്തിൽ AV ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നാമതായി. സോഷ്യോളജി ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷന്റെ വിവിധ മാലിന്യ സംസ്കരണ ഉപാധികളുടെ പ്രദർശനവും ചടങ്ങിൽ നടന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ നഗരസഭയുടെ ശുചിത്വ തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ ശുചിത്വ അംബാസഡർമാർ എന്നിവരെ ആദരിച്ചു. നഗരസഭാ കൌൺസിലർമാർ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M ഗോപകുമാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റഫീഖ്, സാന്ദ്ര, പവിത്രൻ, ശുചിത്വ മിഷൻ പ്രതിനിധി അഞ്ജു മാധവ്, ഹരിത കേരളം RP ഭവിഷ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ?